കണ്ടിരിക്കേണ്ട 3 ജോർഡൻ പീലി സിനിമകൾ. ആകെ 3 സിനിമകൾ മാത്രമേ ജോർഡൻ പീലി എടുത്തിട്ടുള്ളൂ. ജോർഡൻ പീലി ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് റീൽസിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജോർഡൻ പീലിയുടെ കോമഡീസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് 3 സിനിമകൾ ഒരു ഹൊറർ, മിസ്റ്ററി, സൈക്കോളജിക്കൽ ത്രില്ലർ ഫോമാറ്റിൽ വരുന്നത്. നിങ്ങൾ എന്തായാലും അത് കണ്ടിരിക്കണം. ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ജോർഡൻ പീലി സിനിമകളുടെ പ്രത്യേകത. നമുക്ക് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് ഓസ്കാർ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള സിനിമയാണ്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഫോമാറ്റിൽ വരുന്ന സിനിമയാണ് ഗെറ്റ് ഔട്ട്. നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് ഒരു പെണ്ണുമായിട്ട് പ്രണയത്തിലാവുകയാണ്. അവളുടെ വീട്ടുകാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോവാണ്. ആ സാഹചര്യത്തിൽ ഇവൻ കുറച്ച് ഫോട്ടോസ് കാണുകയാണ്. ആ ഫോട്ടോസിൽ അവൻ്റെ ലവറിൻ്റെ കൂടെ പഴയ എക്സുകളാണെന്ന് ഫീൽ ചെയ്യാവുന്ന കുറേ ഫോട്ടോസ് വരികയാണ്. ഒരു ഫോട്ടോയിൽ അവൻ സ്റ്റക്കാണ്. അപ്പോൾ അതെന്താണ് ആ ഫോട്ടോ, എന്താണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്? രണ്ടാമത്തെ സിനിമയാണ് അസ്. ഒരു ഫാമിലി ഉണ്ട്. അച്ഛൻ, അമ്മ, മകൻ, അങ്ങനെ 4 പേരടങ്ങുന്ന ഒരു ഫാമിലി. ഒരു ദിവസം ഒരു 4 പേര് ഇവരുടെ വീട്ടിൽ കയറുകയാണ്. ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഒരു പോയിന്റിൽ ഇവർക്ക് മനസ്സിലാവുകയാണ് ഈ 4 പേരും ഇവരെ പോലെ തന്നെ ഇരിക്കുന്ന 4 പേരാണ്. ബാക്കി എന്താണ് സംഭവം, എന്തുകൊണ്ട് ഈ 4 പേര് ഇവരെ ഹോണ്ട് ചെയ്യുന്നു, എന്താണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിനിമ നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ഹൊറർ, മിസ്റ്ററി, സൈക്കോളജിക്കൽ ഫോമാറ്റിൽ വരുന്നൊരു സിനിമ കൂടിയാണ്. 3ാമത്തെ സിനിമയാണ് നോപ്പ്. ഒരു അച്ഛൻ, മകൻ 3 പേരടങ്ങുന്ന കുടുംബം. ഒരു ദിവസം അച്ഛൻ മരിക്കുകയാണ്. ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വെച്ചിട്ടാണ് അച്ഛൻ മരിക്കുന്നത്. ഒരു ദിവസം അവർ ആകാശത്ത് ഒരു ക്ലൗഡ് മാത്രം മൂവ് ആവുന്നില്ല, ബാക്കി എല്ലാ ക്ലൗഡും മൂവ് ആവുന്നുണ്ട്. മേ ബി ഒരു UFO ആയിരിക്കാം എന്നവർ പ്രെഡിക്റ്റ് ചെയ്യാണ്. പിന്നെ എന്താണ് ബാക്കി സംഭവിക്കുന്നത് എന്നുള്ളതും ഒക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഇതാണ് ആ സിനിമകൾ. നിങ്ങൾ എന്തായാലും